അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറത്തുൻ നബവിയ്യ, ഒരു വിഷയത്തിന്റെ തുടർച്ചയെന്നാണ്. ഇപ്പൊ കഴിഞ്ഞ ഭാഗത്ത് 11ാമത്തെ ഭാഗം നമ്മൾ അവസാനിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ യുവത്വത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് ചെയ്ത ജോലി, അതിനെ സംബന്ധിച്ചെല്ലാം കഴിഞ്ഞ ഭാഗത്ത് നാം വിശദീകരിക്കുകയുണ്ടായി. ഇപ്പൊ യുവത്വത്തിലേക്ക് പ്രവേശിച്ച സന്ദർഭത്തിൽ പിന്നീട് ഈ ഒരു ഭാഗത്ത് ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തെ സംബന്ധിച്ചാണ്. ആദ്യമായിട്ട് വിവാഹം കഴിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ഖദീജ റളിയല്ലാഹു അൻഹയാണ്. അപ്പൊ എങ്ങനെയാണ് ആ വിവാഹം സംഭവിച്ചത്? ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇമാം തുബറാനി ഉദ്ധരിക്കുന്ന ഒരു റിപ്പോർട്ടിൽ യഥാർത്ഥത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹ ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് കേൾക്കുന്നത്, അറിയുന്നതെല്ലാം അവരുടെ സഹോദരിയായിരുന്ന ഹാലയിലൂടെയാണ്. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് നാം വിശദീകരിക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അവരുടെ കുടുംബത്തെ സംബന്ധിച്ച്, അവരുടെ ആ വംശാവലി ഒന്ന് ചുരുങ്ങിയ രൂപത്തിൽ ഞാൻ ആദ്യത്തിൽ കാണിക്കുകയാണ്. കാരണം അതിൽ കടന്നുവരുന്ന നിരവധി വ്യക്തിത്വങ്ങൾ അവർ മുന്നോട്ടുള്ള സീറയുടെ പല ഭാഗത്തും അവർ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. ആ സന്ദർഭത്തിൽ അതായത് തുടർന്നുള്ള വിശദീകരണം എളുപ്പാക്കാൻ വേണ്ടി ആദ്യത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അവരുടെ കുടുംബം ഒന്ന് ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ആദ്യത്തിൽ അതാണ് കാണിക്കുന്നത്. അതിനുശേഷം തുടർന്നുള്ള കാര്യങ്ങൾ നാം വിശദീകരിക്കുന്നതാണ്. ഈ ഒരു സ്ലൈഡ് നിങ്ങൾ കാണുന്നുണ്ടാവും. ഖദീജ റളിയല്ലാഹു അൻഹയുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ആ വംശാവലിയാണ് ചുരുങ്ങിയ രൂപത്തിൽ ഈ സ്ലൈഡിൽ നിങ്ങൾ കാണുന്നത്. ആ സ്ലൈഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാളുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ റളിയല്ലാഹു അൻഹയും, രണ്ടാളുകളും ഖുറൈശി ഗോത്രത്തിലാണ് ജനിച്ചു വീഴുന്നത്. രണ്ടും ഖുറൈശാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഖുറൈശ് എന്നുള്ളത് ഒരു ഗോത്രത്തിന്റെ പേരല്ല, മറിച്ച് 10ലധികം ഗോത്രങ്ങൾ ചേർന്നതാണ് ഖുറൈശ്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ഹാഷിം ഗോത്രത്തിലാണ് ജനിച്ചു വീഴുന്നത്. ഖദീജ റളിയല്ലാഹു അൻഹ ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ബനു അസദ് ഗോത്രത്തിലാണ് ഖദീജ റളിയല്ലാഹു അൻഹ ജനിക്കുന്നത്. രണ്ടാളുകളുടെ വംശാവലി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഖദീജ ബിൻത്ത് ഖുവൈലിദ് ഇബ്നു അസദ് ഇബ്നു അബ്ദുൽ ഉസ്സ ഇബ്നു ഖുസൈ. ആ ഖുസൈ എന്നുള്ള പേര് പ്രത്യേകം നോട്ട് ചെയ്യുക. അതേ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വംശാവലി നേരത്തെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. മുഹമ്മദ് ഇബ്നു അബ്ദുള്ള ഇബ്നു അബ്ദുൽ മുത്തലിബ് ഇബ്നു ഹാഷിം ഇബ്നു അബ്ദു മനാഫ് ഇബ്നു ഖുസൈ. അപ്പൊ അവിടെയും ഖുസൈ നമ്മൾ കാണുന്നുണ്ട്. അതായത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ വംശപരമ്പര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 5ാമത്തെ പിതാമഹനായ ഖുസൈയിലാണ് വന്നു ചേരുന്നത്. അതായത് ചുരുക്കത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെ 4ാമത്തെ പിതാമഹനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 5ാമത്തെ പിതാമഹനും ഒരേ വ്യക്തിയാണ്. അതാണ് ഖുസൈ. അതുകൊണ്ടാണ് ഈ സ്ലൈഡിൽ തുടക്കത്തിലെ ഖുസൈ വെച്ച് നമ്മൾ ആരംഭിക്കാനുള്ള കാരണം. ആ ഖുസൈ എന്നുള്ള പോയിന്റിലാണ് രണ്ടാളുകളും വന്നു ചേരുന്നത്. അവിടുന്ന് അങ്ങോട്ട് മേലേക്കുള്ള വംശാവലി രണ്ടാളുടേതും ഒരേ രൂപത്തിലാണ്. ആ ഖുസൈ അദ്ദേഹത്തിന് 2 മക്കളുണ്ടായിരുന്നു. അതിൽ ഒരു മകൻ അബ്ദു മനാഫ്. ആ അബ്ദു മനാഫിന്റെ സന്താന പരമ്പരയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. അതേ സന്ദർഭത്തിൽ ഖുസൈന്റെ മറ്റൊരു മകനായ അബ്ദുൽ ഉസ്സ, ആ അബ്ദുൽ ഉസ്സയുടെ സന്താന പരമ്പരയിലാണ് ഖദീജ റളിയല്ലാഹു അൻഹ ജനിച്ചു വീഴുന്നത്. അബ്ദുൽ ഉസ്സയുടെ മകനായ അസദ്, ആ സ്ലൈഡിൽ നിങ്ങൾ നോക്കുക. അബ്ദുൽ ഉസ്സയുടെ മകനായ അസദിന് 2 മക്കളുണ്ടായിരുന്നു. ഒന്ന് നൗഫൽ, മറ്റൊന്ന് ഖുവൈലിദ്. ഖദീജ ബിൻത്ത് ഖുവൈലിദ്, അതായത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ പിതാവ്. അസദിന്റെ 2 മക്കളിൽ മറ്റൊരാൾ നൗഫലാണ്. ആ നൗഫലിന്റെ സന്താനാണ് വറഖ ഇബ്ൻ നൗഫൽ, പ്രസിദ്ധനായിട്ടുള്ള അദ്ദേഹം ഇൻഷാ അല്ലാഹ് ഉടനെ തന്നെ സീറയിലേക്ക് കടന്നു വരാൻ പോകുന്ന വ്യക്തിയാണ്. അപ്പൊ വറഖ ഇബ്ൻ നൗഫൽ എന്നുള്ളത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ പിതാവിന്റെ സഹോദരനായ നൗഫലിന്റെ മകനാണ്. ആ റിലേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ആ ഖുവൈലിദ്, അതായത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ പിതാവ്, അവരുടെ ഭാര്യയുടെ പേര് ഫാത്തിമ. ആ ഫാത്തിമ ഖുവൈലിദ് ദമ്പതികൾക്ക് 5 സന്താനങ്ങൾ ജനിക്കുന്നുണ്ട്. 5 സന്താനങ്ങൾ, 2 പെൺകുട്ടികളും 3 ആൺകുട്ടികളും. 2 പെൺകുട്ടികളിൽ ഒന്ന് ഖദീജ റളിയല്ലാഹു അൻഹ, മറ്റൊന്ന് ഹാലയെ സംബന്ധിച്ചാണ് നമ്മൾ തുടക്കത്തിൽ ആരംഭിച്ചത്. അതായത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരിയാണ് ഹാല ഒരുപാട് കാലം ജീവിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന കാലഘട്ടത്തിലെല്ലാം ഹാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കുന്ന ഹദീസുകളെല്ലാം കാണാൻ സാധിക്കും. അവര് പിൻകാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. അതാണ് 2 പെൺകുട്ടികൾ. പിന്നീടുള്ള 3 ആൺകുട്ടികൾ. അതിൽ 1ാമത്തെ ആൺകുട്ടി ഹിസാമാണ്. ഹിസാമിനെ നമുക്ക് പരിചയമില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ മകന് പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബിയാണ് ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു. ഹക്കീം ഇബ്നു ഹിസാം അദ്ദേഹം മറ്റൊരു കാരണം കൊണ്ട് ചരിത്ര പ്രസിദ്ധനാണ്. അദ്ദേഹം കഅബാലയത്തിനകത്ത് ജനിച്ചു വീണ ചരിത്രത്തിലെ ഏക വ്യക്തിയാണ് ഹക്കീം ഇബ്നു ഹിസാം. അതായത് ജാഹിലിയ കാലഘട്ടത്ത് അദ്ദേഹത്തിന്റെ മാതാവ്
അവര് ഗർഭിണിയായിരിക്കുന്ന സന്ദർഭത്തിൽ അവര് ത്വവാഫ് നിർവഹിക്കുന്നതിനിടയിൽ പെട്ടെന്ന് പ്രസവവേദന വരികയാണ്. അപ്പൊ ഉടനെ തന്നെ അവർ കഅബാലയത്തിനകത്തേക്ക് കയറണം. അന്നത്തെ കാലത്ത് കഅബാലയത്തിന്റെ വാതിലുകൾ എന്നുള്ളത് ഭൂമിയോട് ചേർന്നായിരുന്നു. അത് പിന്നീടാണ് പുതുക്കി പണിഞ്ഞത്. ആ ചരിത്രം ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത് വിശദീകരിക്കും. അപ്പൊ അവര് ഉടനെ തന്നെ കഅബാലയത്തിനകത്തേക്ക് കയറി അവിടെ വെച്ചുകൊണ്ട് തന്റെ മകന് ജന്മം നൽകണം. അപ്പൊ കഅബാലയത്തിനകത്ത് ജനിച്ചു വീണ വ്യക്തിയാണ് ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരുപാട് കാലം ജീവിക്കുന്നുണ്ട്. മക്ക കാലഘട്ടം മുതലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുണ്ട്. 120 വയസ്സ് വരെ അദ്ദേഹം ജീവിക്കുന്നുണ്ട്. അതിൽ 60 വയസ്സ് ജാഹിലിയത്തിലും 60 വയസ്സ് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം 60 വയസ്സ് ഇസ്ലാം ആയിക്കൊണ്ട് അദ്ദേഹം ജീവിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് പല ഉദ്ധരണികളും നമുക്ക് ലഭിച്ചതെല്ലാം ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിലൂടെയാണ്, പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബി. അതേപോലെ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്ത സഹോദരനായിട്ട് കടന്നു വരുന്ന വ്യക്തിയാണ് നൗഫൽ. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നില്ല, ഇസ്ലാമിന്റെ കഠിന വിരോധിയായിരുന്നു. അവസാനം ബദർ യുദ്ധത്തിൽ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് അദ്ദേഹത്തെ വധിക്കുന്നത്, നൗഫൽ. അതേപോലെ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ മറ്റൊരു സഹോദരനായിട്ട് കടന്നു വരുന്ന വ്യക്തിയാണ് അവ്വാം. ഈ അവ്വാമിനെ നമുക്ക് പരിചയമില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ മകൻ പ്രസിദ്ധനാണ് സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു. സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു. മറ്റൊരു കാര്യം സാന്ദർഭികമായിട്ട് ഈ അവ്വാം, അതായത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരനായ അവ്വാം, അവര് വിവാഹം കഴിക്കുന്നത് പ്രവാചകന്റെ അമ്മായിയായിരുന്ന സൊഫിയ ബിൻത്ത് അബ്ദുൽ മുത്തലിബിനെയാണ്. ഈ അവ്വാം സൊഫിയ ദമ്പതികൾക്ക് പിറന്ന സന്താനാണ് സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു. നമുക്കറിയാം ഹവാരി റസൂലുള്ളാഹ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച അശറ മുബശ്ശിരീനിൽപ്പെട്ട പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബിയാണ് സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു. ആ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു പിൻകാലഘട്ടത്തിൽ വിവാഹം കഴിക്കുന്നത് നമുക്കറിയാം ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരിയായിരുന്ന അസ്മാ ബിൻത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹയാണ്. അവരെയാണ് സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു വിവാഹം കഴിക്കുന്നത്. അതായത് സുബൈർ അസ്മാ ദമ്പതികൾക്ക് പിറക്കുന്ന മകനാണ് പ്രസിദ്ധനായിട്ടുള്ള അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. അവർക്കുണ്ടാകുന്ന മകനാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ഈ ഒരു റിലേഷൻ എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി. മറ്റൊരു കാര്യം പറയാൻ വിട്ടത്, ഖദീജ റളിയല്ലാഹു അൻഹയുടെ മറ്റ് 2 സഹോദരന്മാർ, അതായത് ഹിസാമും അതേപോലെ തന്നെ അവ്വാം, ഈ 2 സഹോദരന്മാരും മറ്റു ചില ഉദ്ധരണികളിൽ പിതാവ് ഖുവൈലിദും, ഈ 3 ആളുകളും മരണപ്പെടുന്നത് ഞാൻ നേരത്തെ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞ ആ ഫിജാർ യുദ്ധത്തിലാണ്. ആ ഫിജാർ യുദ്ധത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഈ 2 സഹോദരങ്ങളും ആ യുദ്ധത്തിൽ മരണപ്പെടുകയാണ്. അതേപോലെ തന്നെ പിതാവും ആ യുദ്ധത്തിൽ മരണപ്പെട്ടു എന്നാണ് ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും. ഇതാണ് ഖദീജ റളിയല്ലാഹു അൻഹയുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങൾ. ഖദീജ റളിയല്ലാഹു അൻഹയുടെ കുടുംബത്തെ സംബന്ധിച്ച് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്, പിന്നീട് എങ്ങനെയാണ് ആ ഖദീജ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇപ്പൊ നേരത്തെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞു ഖദീജ റളിയല്ലാഹു അൻഹ ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് കേൾക്കുന്നത് തന്റെ സഹോദരിയായിരുന്ന ഹാലയിലൂടെയാണ്. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇമാം തൊബറാനി അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സന്ദർഭത്തിലുടനീളം ചെയ്തുകൊണ്ടിരുന്ന ജോലി ആടുകളെ മേയ്ക്കുക, ആട്ടിടയനായിരുന്നു റസൂലുള്ളാഹ്. അപ്പൊ ആ വ്യത്യസ്ത യജമാനന്മാർക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനെ മേയിച്ചു. ആ ഒരു ഘട്ടത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരിയായിരുന്ന ഹാല, അവർക്ക് നിരവധി ആടുകളുണ്ടായിരുന്നു, നിരവധി ആട്ടിൻപറ്റങ്ങളുണ്ടായിരുന്നു. അപ്പൊ അവയെ പരിചരിക്കാൻ വേണ്ടി 2 ആട്ടിടയന്മാർ അവർ പുതുതായിട്ട് ജോലിക്ക് വേണ്ടി നിയമിക്കുകയാണ്. അതിലൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. പ്രവാചകനോടൊപ്പം തന്നെ മറ്റൊരു വ്യക്തി, അദ്ദേഹത്തിന്റെ പേര് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നില്ല. ഈ 2 ആളുകളെ ഹാല അവർക്ക് വേണ്ടി ജോലിക്കാരായിട്ട് നിയമിക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അല്പകാലം ഹാലയ്ക്ക് വേണ്ടി ജോലി ചെയ്തു. അങ്ങനെ ജോലിയെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ഒരിക്കല് അവരുടെ വേതനം, അവരുടെ ശമ്പളം വാങ്ങാൻ വേണ്ടി വീട്ടിലേക്ക് വരാൻ വേണ്ടി ഹാല ആവശ്യപ്പെട്ടു. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ജോലി ചെയ്യുന്ന ആളോട് പറഞ്ഞു, നീ പോയിട്ട് എന്റെ ശമ്പളം വാങ്ങാൻ, ഞാൻ വരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മടിയായിരുന്നു, കാരണം അവര് സ്ത്രീയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ജോലി ചെയ്യുന്ന ആളെ പറഞ്ഞയക്കാണ് തന്റെ വേതനം വാങ്ങാൻ. അദ്ദേഹം ഹാലയുടെ വീട്ടിലേക്ക് എത്തിയ സന്ദർഭത്തിൽ ഹാല ഉടനെ തന്നെ ചോദിച്ചു, എവിടെ നിന്റെ സുഹൃത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അദ്ദേഹം പറഞ്ഞു, അവര് വന്നിട്ടില്ല, അവരുടെ ശമ്പളം എന്റെ കയ്യിൽ തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ഹാല ചിരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മദ്ഹ് ചെയ്യാൻ തുടങ്ങി. അവര് പറഞ്ഞു, എത്ര നല്ല സുഹൃത്താണ്, എത്ര നല്ല വ്യക്തിയാണ് നിന്റെ സുഹൃത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്റെ ജീവിതത്തിൽ അത്രയും നല്ല ഒരാളെ കണ്ടിട്ടില്ല. ആളുകളുമായിട്ട് ഇടപെടുന്ന സന്ദർഭത്തിൽ, അതേപോലെ തന്നെ റസൂലുള്ളാഹിന്റെ സത്യസന്ധതയെ സംബന്ധിച്ചെല്ലാം ഹാല ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ഈ രൂപത്തിൽ അവര് സംസാരിക്കുന്ന സന്ദർഭത്തിൽ ആ വീട്ടിൽ ഹാലയുടെ സഹോദരി ഖദീജ റളിയല്ലാഹു അൻഹ അവിടെ ഉണ്ടായിരുന്നു. അവരിതെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പൊ തന്റെ സഹോദരി ഒരു അന്യപുരുഷനെ സംബന്ധിച്ച് ഇതേ രൂപത്തിൽ ഇങ്ങനെ മദ്ഹ് ചെയ്യുന്ന കേട്ട സന്ദർഭത്തിൽ
ആ ഒരു സന്ദർഭത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെ മനസ്സിലേക്ക് ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിക്കുകയാണ്. പ്രത്യേകം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഖദീജ റളിയല്ലാഹു അൻഹ ആ സന്ദർഭത്തിൽ നേരത്തെ 2 വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട്. അതിൽ അവർക്ക് 2 or 3 സന്താനങ്ങളുണ്ട്. വ്യത്യസ്ത റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. ആദ്യമായിട്ട് വിവാഹം കഴിക്കുന്നത് അബൂ ഹാല എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആദ്യം വിവാഹം കഴിക്കുന്നത്. അതിലെ 2 ആൺകുട്ടികൾ അവർക്കുണ്ടായിരുന്നു. ഹിന്ദ്, ഹാല എന്നുള്ള പേരിൽ 2 ആൺകുട്ടികൾ. പ്രത്യേകം മനസ്സിലാക്കുക, ഹിന്ദ്, ഹാല എന്നുള്ളത് അത് രണ്ടും ന്യൂട്രൽ നെയിമാണ്. നമ്മൾ സീറയിലുടനീളം അക്കാലഘട്ടത്തിലുള്ള പല ആളുകൾക്കും അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹിന്ദ്, ഹാല എന്നുള്ള പേര് നൽകിയതായിട്ട് കാണാൻ സാധിക്കും. എന്തിനേറെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരിയുടെ പേര് ഹാലയാണ്, അത് പെണ്ണാണ്. പക്ഷെ അതേ സന്ദർഭത്തിൽ ഇവിടെ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് പിറന്ന ആൺകുട്ടിക്ക് നൽകിയ പേരും ഹാലയാണ്. ഇപ്പൊ ആദ്യത്തെ വിവാഹത്തിൽ 2 ആൺകുട്ടികൾ ഉണ്ടായിരുന്നു. പിന്നീട് രണ്ടാമതായിട്ട് ആദ്യത്തെ ആൾ മരണപ്പെട്ടതിന് ശേഷം അവര് ബനൂ മഖ്സൂം ഗോത്രക്കാരനായിരുന്ന അതീഖ് എന്നറിയപ്പെടുന്ന മറ്റൊരു വ്യക്തിയെ വിവാഹം കഴിക്കുന്നുണ്ട്. അതിൽ സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മരണപ്പെട്ടു. അവർ വിവാഹമോചനം, അതേ രൂപത്തിൽ 2 വ്യത്യസ്ത ഉദ്ധരണികൾ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും രണ്ടാമതായിട്ട് വിവാഹം ചെയ്ത ഭർത്താവ് അദ്ദേഹം അതിസമ്പന്നനായിരുന്നു. അദ്ദേഹം കച്ചവടക്കാരനായിരുന്നു, അതിസമ്പന്നനായിരുന്നു. അദ്ദേഹത്തിന് ബന്ധുക്കൾ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മരണപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മൊത്തം സമ്പത്തിന്റെ ഏക അവകാശിയായിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ മാറുകയാണ്. പൊതുവെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക, ജാഹിലിയ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വിചിത്രമായിട്ടുള്ള ഒരു സാഹചര്യം കടന്നു വരികയാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ്, അവർക്ക് സഹോദരങ്ങളില്ല, അതേപോലെ തന്നെ മക്കളായിട്ട് ആരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹത്തിന്റെ സമ്പത്തിന് ഏക അവകാശിയായിട്ട് ബാക്കിയിരിക്കുന്നത് ഖദീജ റളിയല്ലാഹു അൻഹ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭർത്താവിന്റെ മൊത്തം സമ്പത്തിന്റെ ഉടമയായിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ മാറുകയാണ്. അങ്ങനെയാണ് അവർക്ക് അത്രയേറെ സമ്പത്ത് ലഭിക്കാനുള്ള കാരണം. ഖദീജ റളിയല്ലാഹു അൻഹ തനിക്ക് ലഭിച്ച സമ്പത്ത് അത് വെച്ചുകൊണ്ട് അവര് ബിസിനസ് ചെയ്യാൻ തുടങ്ങി. അവര് വളരെ ബുദ്ധിമതിയായിരുന്നു, വളരെ സമർത്ഥയായിട്ടുള്ള സ്ത്രീയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. അവരത് വെച്ചുകൊണ്ട് കച്ചവടം ചെയ്ത് അവരുടെ സമ്പത്ത് ഇങ്ങനെ ഇരട്ടിക്കാൻ തുടങ്ങി. എത്രത്തോളം എന്ന് വെച്ചാൽ ചില ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും. മക്കയിലേക്ക് വരുന്ന ബിസിനസ് കാരവൻ, അതിൽ ഏറ്റവും വലുത് അക്കാലഘട്ടത്ത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ കച്ചവട ചരക്കുകളായിരുന്നു. അത്രയേറെ അതിസമ്പന്നയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. ആ നാട്ടില് സമ്പന്ന മാത്രമല്ല, നാട്ടുകാർ അങ്ങേയറ്റം അവരെ ഇഷ്ടപ്പെട്ടു. ത്വാഹിറ എന്നായിരുന്നു അവർക്ക് നൽകിയ പേര്. പരിശുദ്ധവതി എന്നുള്ള ആ പേരിൽ, ആ ഒരു അപരനാമത്തിലാണ് അവരറിയപ്പെട്ടത്. അപ്പൊ അത് അത്യധികം സമ്പന്ന സ്ത്രീയാണ്. അതേപോലെ തന്നെ ഏറ്റവും നല്ല കുലീൻ, ഏറ്റവും നല്ല കുടുംബമാണ്, ഖുറൈശി ഗോത്രാണ്. അതേപോലെ തന്നെ അതിസുന്ദരിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാം ഒത്തിണങ്ങിയ ആ സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ആ രണ്ടാമത്തെ ഭർത്താവിന്റെ മരണശേഷം പല പ്രമാണിമാരും, മക്കയിലുള്ള പല ആളുകളും അവരെ വിവാഹം അന്വേഷിച്ച് അവരുടെ അടുത്തേക്ക് പോയി. പക്ഷെ അവര് ഒരു വിവാഹത്തിന് അവര് സന്നദ്ധായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ആ സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അവർ കേൾക്കുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ കേൾക്കുന്നു മറ്റൊരു കാര്യം, ഖദീജ റളിയല്ലാഹു അൻഹ സ്വയായിരുന്നു കച്ചവടം ചെയ്തത്. സ്വയം എന്ന് വെച്ചാൽ സ്വയം അവർക്ക് കച്ചവടത്തിന് പോകാൻ സാധ്യല്ല, അവരൊരു സ്ത്രീയാണ്. അപ്പൊ അക്കാലഘട്ടത്ത് അവര് പ്രധാനമായിട്ട് കച്ചവടത്തിന് 2 യാത്രകളായിരുന്നു പോയിരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, രഹിലത്തെ ശിത്വാ വസ്വൈഫ്, യമനിലേക്കും സിറിയയിലേക്കുള്ള 2 യാത്രകൾ. ആ യാത്രയിൽ ഖദീജ റളിയല്ലാഹു അൻഹ അവരുടെ കച്ചവട ചരക്കുകൾ മറ്റൊരാളെ കച്ചവടം ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കും. അത് വിറ്റതിന് ശേഷം ആ കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം അയാൾക്ക് നൽകും. ആ രൂപത്തിലായിരുന്നു അവര് കച്ചവടം ചെയ്തിരുന്നത്. അത് മുലാറബ എന്നാണ് ഭാഷയിൽ പറയാം. മുലാറബ അതായത് ശമ്പളത്തിന് വേണ്ടിയല്ല, മറിച്ച് വിറ്റ് കിട്ടുന്നതിന്റെ മൊത്തം പെർസെന്റേജ്, ആ പ്രോഫിറ്റിന്റെ പെർസെന്റേജ് കണക്കാക്കുക. അതാണ് മുലാറബ എന്ന പേരിലുള്ള കച്ചവടം. അത് ഇസ്ലാമിക ഈ സാമ്പത്തിക വ്യവസ്ഥയിൽ കടന്നു വരുന്ന ഒരു ടേം കൂടെയാണ് മുലാറബ. അപ്പൊ ആ രൂപത്തിലായിരുന്നു അവര് കച്ചവടം ചെയ്തിരുന്നത്. പക്ഷേ അവര് നേരിടേണ്ടി വന്ന വലിയൊരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ, പല സന്ദർഭത്തിലും ഇതേ രൂപത്തിൽ അവരുടെ കച്ചവട ചരക്കുകൾ എടുത്ത് കച്ചവടത്തിന് പോകുന്ന വ്യക്തികള് പല സന്ദർഭത്തിൽ അവരെ ചതിക്കും. അതായത് അവര് കൃത്യമായിട്ട് ആ തുക അവര് പറയില്ല. മൊത്തം ഇപ്പൊ 10 ലക്ഷത്തിന് കച്ചവടം ചെയ്താല് അവരൊരു 8 ലക്ഷം എന്നെല്ലാം കളവ് പറഞ്ഞ് ബാക്കിയുള്ളത് അവര് സ്വയം പോക്കറ്റിലാക്കുക. അതേ രൂപത്തിൽ വഞ്ചിക്കുകയായിരുന്ന നിരവധി സന്ദർഭത്തിൽ അതേ രൂപത്തിൽ ഇതേ രൂപത്തിലുള്ള ഒരു പ്രതിസന്ധി അവരുടെ കച്ചവടത്തിൽ അവർ ഏൽക്കേണ്ടി വന്നു. അതായത് സത്യസന്ധമായിട്ട് കച്ചവടം നടത്തുന്ന ഒരാളെ അവർക്ക് ആ സന്ദർഭത്തിൽ ലഭിച്ചിരുന്നില്ല. ഈ ഒരു പ്രതിസന്ധി അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അമീനായിട്ടുള്ള റസൂലുള്ളാഹിനെ സംബന്ധിച്ച് അവർ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ അവര് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വീട്ടിലേക്ക് വിളിപ്പിക്കുകയാണ്. മറ്റൊരു റിപ്പോർട്ട് ഇതെല്ലാം വ്യത്യസ്ത ഉദ്ധരണികൾ കാണാൻ സാധിക്കും. മറ്റൊരു റിപ്പോർട്ടിൽ അബൂ താലിബ് നേരിട്ട് ഖദീജ റളിയല്ലാഹു അൻഹയെ സമീപിച്ചുകൊണ്ട് ഇതേ രൂപത്തിൽ എനിക്കൊരു മകനുണ്ട്, എന്തുകൊണ്ട്
നിന്റെ കച്ചവട ചരക്കുകൾ അവനെ ഏൽപ്പിച്ചു അതേ രൂപത്തിൽ ആവശ്യപ്പെട്ടു എന്നും മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനെ വിളിപ്പിച്ചു, എന്നൊരു കാര്യം പറഞ്ഞു. അതായത് എന്റെ ഈ കച്ചവട ചരക്കുകൾ താങ്കൾക്ക് ഇതേ രൂപത്തിൽ പുറത്തുപോയി കച്ചവടം ചെയ്തുകൊണ്ട് അത് കച്ചവടം ചെയ്യാൻ താങ്കൾക്ക് താല്പര്യമുണ്ടോ എന്ന് ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനെ വിളിച്ച് ചോദിക്കുകയാണ്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹിക്ക് പുറത്തു പോയിട്ട് കച്ചവടം ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല. പക്ഷേ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വലിയൊരു ഓഫർ അത് നിരസിക്കാനും തോന്നുന്നില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അബൂ ത്വാലിബിനോട് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു. അപ്പൊ അബൂ ത്വാലിബ് പറഞ്ഞു കിട്ടിയ ആ ഒരു ഓഫർ ഒരിക്കലും ഒഴിവാക്കേണ്ടതില്ല, നല്ല ചാൻസ് ആണെന്നെല്ലാം അബൂ ത്വാലിബ് പറഞ്ഞ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ഓഫർ ഏറ്റെടുക്കുകയാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ ആ ബിസിനസ്, ആ കച്ചവട ചരക്കുകൾ പുറത്തുപോയിട്ട് കച്ചവടം ചെയ്യാമെന്നുള്ള അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം നൽകുകയാണ്. അതേപോലെ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹ അത്രയും കാലം തനിക്ക് വേണ്ടി കച്ചവടം നടത്തിയ ആളുകൾക്ക് നൽകുന്നതിനേക്കാൾ വലിയൊരു ലാഭവിഹിതം റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഓഫറായിട്ട് വെച്ചു. അതായത് ഇപ്പൊ മൊത്തം ലാഭത്തിന്റെ ഒരു 50% താങ്കൾക്ക് ഞാൻ അതിന്റെ ലാഭമായിട്ട് താങ്കൾക്ക് വിഹിതമായിട്ട് നൽകുമെന്നെല്ലാം ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വാലിബുമായിട്ടെല്ലാം കൂടിയാലോചിച്ചതിന് ശേഷം ആ ഓഫർ സ്വീകരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയുടെ ആ കാരവനുമായിട്ട് ആ സിറിയയിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. യാത്ര പുറപ്പെടുന്നതിന് അല്പം മുമ്പ് ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിക്ക് സഹായകനായിട്ട് കൂടെ തന്റെ ഭൃത്യനായിരുന്ന മൈസറ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയെ അയക്കുകയാണ്. മൈസറ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഭൃത്യനാണ്. അപ്പൊ അയക്കാനുള്ള കാരണം നേരത്തെ ഞാൻ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ രൂപത്തിൽ മക്കൾക്ക് പുറത്തു പോയിട്ട് കച്ചവടം ചെയ്തുള്ള മുൻപരിചയമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ തന്റെ കൂടെ സഹായിക്കാനും അതേപോലെ തന്നെ വഴികാട്ടിയായിട്ടെല്ലാം ഖദീജ റളിയല്ലാഹു അൻഹ തന്റെ ഭൃത്യനായ മൈസറയെ പറഞ്ഞയക്കുകയാണ്. അവർ ഇരുവരും സിറിയയിലേക്ക് യാത്ര പുറപ്പെട്ടു. ആ യാത്രക്കിടെ നിരവധി അനുഭവങ്ങൾ ഉണ്ടായതായിട്ടെല്ലാം ചരിത്ര ഗ്രന്ഥങ്ങൾ വായിക്കാൻ സാധിക്കും. നിരവധി അനുഭവങ്ങൾ. അതേപോലെ തന്നെ മൈസറ ആ ഭൃത്യനായിരുന്ന മൈസറക്ക് വല്ലാത്ത മതിപ്പായി പ്രവാചകന്റെ മീതെ. കാരണം എന്താന്ന് വെച്ചാൽ അവര് കേവലം ഒരു ഭൃത്യനാണ്. അത്രയും കാലം അവര് പല ആളുകളുടെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. അവരോടൊന്നും അത്രയും കാലം ഇല്ലാത്ത രൂപത്തിലുള്ള ഒരു അനുഭവമാണ് റസൂലുള്ളാഹിന്റെ കൂടെ യാത്ര ചെയ്ത സന്ദർഭത്തിൽ അവർ കണ്ടത്. റസൂലുള്ളാഹിന്റെ പെരുമാറ്റ രീതി, അതേപോലെ തന്നെ പ്രവാചകന്റെ സംസാരം, അതെല്ലാം വല്ലാതെ മൈസറയെ ആകർഷിച്ചു. അത് മാത്രമല്ല, അതിനെല്ലാം അപ്പുറം നിരവധി അത്ഭുതങ്ങൾക്കും മൈസറ സാക്ഷിയായി എന്നെല്ലാം ഇബ്നു ഇസ്ഹാഖിന്റെ സീറയിൽ കാണാൻ സാധിക്കും. എന്താണ് അത്ഭുതം എന്ന് വെച്ചാൽ, ഇപ്പൊ റസൂലുള്ളാഹി നമുക്കറിയാം മരുഭൂമിയിലൂടെ കഠിനമായിട്ടുള്ള ചൂടിലൂടെയാണ് അവർ യാത്ര ചെയ്യുന്നത്. ആ യാത്രയിൽ ഉടനീളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തണൽ നൽകാൻ ഒരു മേഘം റസൂലുള്ളാഹിനെ അനുഗമിക്കുന്നതായിട്ട് മൈസറയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അത് മാത്രമല്ല, അവര് ബുസ്ര എന്നറിയപ്പെടുന്ന സ്ഥലത്തെത്തിയ സന്ദർഭത്തിൽ, ബുസ്ര നേരത്തെ നമ്മൾ ആ ബഹീറയുടെ സംഭവം പറഞ്ഞ സന്ദർഭത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഖുറൈശി കാരവനെല്ലാം വിശ്രമിക്കുന്ന ആ സ്ഥലം. ആ ബുസ്ര എന്ന സ്ഥലത്തെത്തിയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രത്യേക വൃക്ഷത്തിനടിയിൽ പോയി വിശ്രമിച്ചു. ആ സന്ദർഭത്തിൽ ആ ബുസ്ര എന്ന സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്ന ആ മഠത്തിൽ, ബഹീറ ഓൾറെഡി മരണപ്പെട്ടിട്ടുണ്ട്, ബഹീറയുടെ ശേഷം അവിടെ മറ്റൊരു പുരോഹിതൻ ഉണ്ടായിരുന്നു. ആ പുരോഹിതൻ ഇതേ രൂപത്തിൽ വിചിത്രമായിട്ടുള്ള ചിലത് അദ്ദേഹം നിരീക്ഷിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ വൃക്ഷം ഒരു പ്രത്യേക സമയമായ സന്ദർഭത്തിൽ സൂര്യപ്രകാശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ വരാൻ തുടങ്ങിയ സന്ദർഭത്തിൽ ആ വൃക്ഷം സ്വയം തിരിഞ്ഞ് പ്രവാചകന് തണൽ നൽകുന്നതായിട്ട് ആ പുരോഹിതൻ നിരീക്ഷിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഉടനെ തന്നെ പുരോഹിതൻ തന്റെ മഠത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവിടെ ഇരിക്കുന്ന ആ ഭൃത്യൻ, ആ മൈസറയോട് അദ്ദേഹം ചോദിച്ചു, ആരാണിത്? ആ വൃക്ഷത്തിനടിയിൽ കിടന്നുറങ്ങുന്ന ആളാരാണ്? അപ്പൊ മൈസറ പറഞ്ഞു, അത് മുഹമ്മദ് ബിൻ അബ്ദുല്ല മിൻ അർളിൽ ഹറം. അതായത് അത് മുഹമ്മദ് ബിൻ അബ്ദുല്ലയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അർളിൽ ഹറം, അതായത് മക്കയെ ആ രൂപത്തിലാണ് വിശേഷിപ്പിക്കാറുള്ളത്. മക്കയിലുള്ള മുഹമ്മദ് ആണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മൈസറ മറുപടി പറയാൻ. ആ സന്ദർഭത്തിൽ ആ പുരോഹിതൻ മൈസറയോട് പറഞ്ഞു, മാ നസല തഹ്ത ഹാദിഹി ഷജറ ഇല്ല നബി. ആ വൃക്ഷത്തിനടിയിൽ, ആ കാണുന്ന വൃക്ഷത്തിനടിയിൽ ഒരു പ്രവാചകനല്ലാതെ ഇന്നേ വരെ വിശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ പുരോഹിതൻ മൈസറക്ക് നൽകിയ മറുപടി. അപ്പൊ ഇന്നും സാന്ദർഭികമായിട്ട് മനസ്സിലേക്ക് വന്ന മറ്റൊരു കാര്യം, ആ വൃക്ഷം അതും ഇന്നും അതേ രൂപത്തിൽ അവശേഷിക്കുന്നുണ്ട് എന്നാണ് ചില ആളുകൾ അവകാശപ്പെടുന്നത്. അപ്പൊ ജോർദാൻ മരുഭൂമിയിൽ ഒരൊറ്റ വൃക്ഷമില്ല, അതായത് ഒരൊറ്റ പച്ചപ്പും ഇല്ലാത്ത ഒരു മരുഭൂമിയിൽ ഒറ്റപ്പെട്ട ഒരു വൃക്ഷം ഇന്നും നിലനിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് പല ആളുകളും അത് സന്ദർശിക്കാനെല്ലാം പോകാറുണ്ട്. ഇപ്പൊ നെറ്റിൽ നിങ്ങൾ ബ്ലസ്ഡ് ട്രീ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ വൃക്ഷത്തിന്റെ ചിത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലാഹു അലം അത് ശരിയാണോന്ന് അല്ലാഹു അലം. ഏതായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, 1400 വർഷം പിന്നിടുക എന്നുള്ളത് ഒരു വൃക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമുള്ള കാര്യമല്ല. കാരണം ലോകത്തെ ഏറ്റവും പഴക്കമുള്ള വൃക്ഷം 4500-ലധികം വർഷം പഴക്കമുള്ള വൃക്ഷമാണ്. അപ്പൊ 1400 വർഷം സർവൈവ് ചെയ്യുക എന്നുള്ളത് വൃക്ഷത്തിന്റെ പ്രയാസമുള്ള കാര്യമല്ല. പക്ഷേ ആ വൃക്ഷമാണോ അത് എന്നുള്ളത് അല്ലാഹു അലം, അത്ര മാത്രമേ പറയാനുള്ളൂ.
ഇപ്പൊ ജോർദാൻ മരുഭൂമിയിൽ ആ വൃക്ഷം കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അവര് ആ യാത്ര കഴിഞ്ഞ് അവര് തിരിച്ചെത്തുകയാണ്. അത്ഭുതം എന്താന്ന് വെച്ചാൽ അത്രയും കാലം ഖദീജ റളിയല്ലാഹു അൻഹയുടെ കാരവനുമായിട്ട് കച്ചവടം നടത്തിയ ആളുകളെക്കാളെല്ലാം ഇരട്ടി, അതിന്റെ 3 ഇരട്ടി ലാഭമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചെത്തുന്നത്. അതിൽ ഒരു കാരണം എന്താ വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈവച്ചാൽ അതിലുള്ള ഒരു ബർക്കത്ത് ഉണ്ടാകും. അപ്പൊ നേരത്തെ ഹലീമ സഅദിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നമ്മൾ കണ്ടു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അങ്ങോട്ട് കയറിയതോടുകൂടെ അവർ സമൃദ്ധമായിട്ട് പാലും മറ്റുള്ള അനുഗ്രഹങ്ങളെല്ലാം അവർക്ക് ലഭിക്കാൻ തുടങ്ങിയതെല്ലാം ആ ഒരു ഘട്ടത്തിൽ നമ്മൾ വിശദീകരിച്ചതാണ്. അപ്പൊ പ്രവാചകൻ എവിടെ കൈവച്ചോ അതിലുള്ള ഒരു ബർക്കത്ത് ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ഇരട്ടി ലാഭമായിട്ടാണ് തിരിച്ചെത്തിയത്. ആ ലാഭവിഹിതം ഖദീജ റളിയല്ലാഹു അൻഹയെ ഏൽപ്പിച്ചു എന്ന് മാത്രമല്ല, ഏൽപ്പിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കണക്കും കൃത്യമായിട്ട് ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് പറഞ്ഞു കൊടുത്തു. ഓരോന്ന് പറയുന്ന സന്ദർഭത്തിലും കൂടെ ഇരിക്കുന്ന ആ മൈസറയോട് ശരിയല്ലേ, നീ അതിന് സാക്ഷിയല്ല, അതേ രൂപത്തിൽ റസൂലുള്ളാഹി ചോദിച്ചുകൊണ്ടാണ് ഓരോന്നും വിശദീകരിച്ചു കൊടുത്തത്. ഖദീജ റളിയല്ലാഹു അൻഹ വല്ലാതെ അത്ഭുതപ്പെട്ടു. കാരണം ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണത്. ഇത്രയും കാലം പല ആളുകളും കച്ചവടം നടത്തിയിട്ടുണ്ട്, ഇത്രയും വലിയ തുകയായിട്ട് ഇന്നേ വരെ ഒരാൾ തിരിച്ചു വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ലാഭം ഏൽപ്പിക്കുക മാത്രമല്ല, ഓരോ കണക്കും കൃത്യമായിട്ട് റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുകയും ചെയ്യാൻ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇത്രയും കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അവർ കേൾക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷേ ആ സത്യസന്ധത ഈ ഒരു സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ആ പെരുമാറ്റ ഭംഗിയെല്ലാം ഈ ഒരു സന്ദർഭത്തിൽ അവർ അനുഭവിച്ചറിയുകൂടെ ചെയ്തു. അത് മാത്രമല്ല, ഈ മൈസറ, കൂടെ പോയ മൈസറ, അവർക്ക് റസൂലുള്ളാഹിനെ കുറിച്ച് പറയാൻ 100 നാവുകളാണ്. ആ യാത്രയെ സംബന്ധിച്ച് അവരിങ്ങനെ വർണ്ണിക്കാൻ തുടങ്ങി. പ്രവാചകനെ സംബന്ധിച്ച് അവർ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം സാന്ദർഭികമായിട്ട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, ഒരാളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ 3 മാർഗങ്ങൾ പ്രവാചകൻ നിർദ്ദേശിക്കുന്നുണ്ട്. ഒന്നാമത്തെ മാർഗം അയാളുമായിട്ട് സാമ്പത്തിക ഇടപാട് നടത്തുക. സാമ്പത്തിക ഇടപാട് നടത്തി കഴിഞ്ഞാൽ ഒരാളുടെ തനിനിറ അറിയാൻ സാധിക്കും. അതല്ലെങ്കിൽ രണ്ടാമതായിട്ട് റസൂലുള്ളാഹി പറഞ്ഞത് അയാളുടെ കൂടെ യാത്ര ചെയ്യുക. സുദീർഘമായിട്ടുള്ള ദീർഘയാത്രക്ക് നമ്മൾ ഒരാളുടെ കൂടെ പോകുന്ന സന്ദർഭത്തിൽ അയാളുടെ തനി നിറം കുറെയൊക്കെ പുറത്തേക്ക് വരും. അതേപോലെ തന്നെ റസൂലുള്ളാഹി മൂന്നാമതായിട്ട് പറഞ്ഞത്, അല്ലെങ്കിൽ അയാളുടെ അയൽവാസിയായിട്ട് നീ താമസിക്കുക. അതിലൂടെയാണ് ആ ഒരാളെ അറിയാനുള്ള 3 മാർഗം റസൂലുള്ളാഹി പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അതിലുള്ള 2 മാർഗങ്ങളും റസൂലുള്ളാഹിന്റെ കാര്യത്തിൽ ഇവിടെ നമ്മൾ കാണുകയാണ്. കൂടെ യാത്ര ചെയ്ത സന്ദർഭത്തിൽ ബഹീറക്ക് വല്ലാത്ത മതിപ്പ്, അതേപോലെ തന്നെ ഇടപാട് നടത്തിയ സന്ദർഭത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹയും അങ്ങേയറ്റം മതിപ്പുളവാക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അതിലപ്പുറം ഒരു സ്ത്രീയുടെ മനസ്സിൽ ഒരു പുരുഷന് ഇടം പിടിക്കാൻ വല്ല കാരണവുമാണോ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അത്രയും കാലം അത് ഖദീജ റളിയല്ലാഹു അൻഹ ഇപ്പൊ സ്വയം അത് ജീവിതത്തിൽ അനുഭവിച്ചറിയുകയും ചെയ്തു. അതോടുകൂടെ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് വല്ലാത്തൊരു താല്പര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തോന്നുകയാണ്. ആരാണ് താല്പര്യം കാണിക്കാതിരിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചു, അതിസുന്ദരനായിട്ടുള്ള വ്യക്തി, സത്യസന്ധനാണ്, അൽ അമീനാണ്. അതേപോലെ തന്നെ മക്കയിൽ അൽ അമീനാണ്. ഏതൊരാളും, മക്കയിലുള്ള ഏതൊരു സ്ത്രീയും പ്രവാചകനെ പോലെ സ്വന്തമാക്കാൻ, അതായത് പ്രവാചകനെ പോലെ ഒരാളെ ഏതൊരു സ്ത്രീയാണ് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു പോകാത്തത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് വല്ലാത്തൊരു ഇഷ്ടം റസൂലുള്ളാഹിനോട് തോന്നുകയാണ്. അതിൽ ഇസ്ലാം പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം, ഈ ഒരു വിഷയം ഒരല്പം മുമ്പ് നിരവധി ചർച്ചകൾ വന്ന വിഷയം കൂടെയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൽ യാതൊരു തെറ്റുമില്ല. ഒരാളോട് ഇഷ്ടം തോന്നുക എന്നുള്ളത് സ്വാഭാവികമാണ്. ആ രൂപത്തിൽ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചത്, ഇണകളെ സൃഷ്ടിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ നിങ്ങൾ നോക്കുക. പരിശുദ്ധ ഖുർആനിൽ സമാനമായിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറഞ്ഞ സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മനോഹരമായിട്ടുള്ള ചരിത്രം വിവരിക്കുന്നതിനിടയ്ക്ക് ആ മദിയൻ താഴ്വരയിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ആ 2 സ്ത്രീകളെ സഹായിക്കുന്ന സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പെട്ടെന്ന് ആ സ്ത്രീകൾക്ക് വെള്ളം എടുക്കാൻ സാധിക്കുന്നില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പെട്ടെന്ന് ചിത്രത്തിലേക്ക് കടന്നു വരികയാണ്. അതിശക്തനായിട്ടുള്ള കരുത്തനായിട്ടുള്ള മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് അവിടെയുള്ള ആളുകളെല്ലാം മാറ്റി ആ സ്ത്രീകൾക്ക് വെള്ളം എടുക്കാൻ അവർക്ക് അതോടുകൂടെ സാധിച്ചു. പിന്നീട് ആ വെള്ളം എടുത്തതിന് ശേഷം ഒരു നന്ദി വാക്ക് പോലും കേൾക്കാതെ മാന്യമായിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നടന്നു പോവുകയും ചെയ്യാൻ. സൂറത്തുൽ ഖസസ് 28-ാമത്തെ അധ്യായം, സൂറത്തുൽ ഖസസിന്റെ 22 മുതലുള്ള മനോഹരമായിട്ടുള്ള ആയത്തുകൾ നിങ്ങൾ വായിച്ചു നോക്കുക. ആ രൂപത്തിലെല്ലാം ചെയ്ത സന്ദർഭത്തിൽ ഒരു ഹീറോ പരിവേഷത്തിൽ കടന്നു വന്ന് മറ്റുള്ള ആളുകളെല്ലാം മാറ്റി അവർക്ക് വെള്ളമെല്ലാം നൽകി വളരെ മാന്യമായിട്ട് നടന്നുപോയ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമീപനം കണ്ട സന്ദർഭത്തിൽ അതിലൊരു സ്ത്രീക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് താല്പര്യം തോന്നുകയാണ്. താല്പര്യം തോന്നിയത് മാത്രമല്ല, തിരിച്ചുപോയ സന്ദർഭത്തിൽ പിതാവിനോട് ഇൻഡയറക്റ്റ് ആയിട്ട് ആ താല്പര്യം അവർ സൂചനയും നൽകുന്നുണ്ട്. ആയത്ത് വായിച്ചു നോക്കുക. ആ മകൾ ആ രൂപത്തിൽ പറഞ്ഞ സന്ദർഭത്തിൽ ഉപ്പ അതിസമർത്ഥനാണ്, ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഉപ്പ അതിബുദ്ധിമാനാണ്. ഉപ്പക്ക് ഉടനെ തന്നെ മകളുടെ താല്പര്യം മനസ്സിലായി. ഉടനെ തന്നെ അയാൾ ഇങ്ങോട്ട് വിളിക്കാൻ വേണ്ടി ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കൽപ്പിക്കുന്നുണ്ട്.
ആ സ്ത്രീ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ വിളിക്കാൻ പോകുന്ന രൂപം പോലും പരിശുദ്ധ ഖുർആൻ മനോഹരായിട്ട് ഒപ്പിയെടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഫജാഅത്ഹു ഇഹ്ദാഹുമാ തംശി അലാ ഇസ്തഹിയ. വളരെ നാണിച്ചുകൊണ്ട്, അതായത് നാണം കുണിക്കൊണ്ട് ആ പെണ്ണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുത്തേക്ക് വന്നു. പരിശുദ്ധ ഖുർആൻ കാണാൻ സാധിക്കും. ഒരു പണ്ഡിതൻ, അദ്ദേഹം ഈ സൂറത്തുൽ ഖസസ് വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വരികളാണ് മനസ്സിലേക്ക് വരുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, പരിശുദ്ധ ഖുർആനിൽ ഒരു ലവ് സ്റ്റോറി ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുകയാണെങ്കിൽ അത് ഈ സൂറത്തുൽ ഖസസിന്റെ ഈ ഒരു ഭാഗത്താണ്. ഈ ഒരു ഭാഗത്താണ് ഇത് കടന്നു വരുന്നത്. ആ സ്ത്രീയുടെ ഇഷ്ടം ഉപ്പയോട് വളരെ വളരെ മനോഹരമായിട്ട് അവർ സൂചിപ്പിക്കുന്നു. ഉപ്പാക്കത് മനസ്സിലാകുന്നു. ഉടനെ തന്നെ അയാളെ വീട്ടിലേക്ക് വിളിപ്പിക്കുന്നു. അതിനുശേഷം അവർ തമ്മിൽ വിവാഹം നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇഷ്ടം തോന്നുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ ആ തോന്നിയ ഇഷ്ടത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളിടത്താണ് പ്രശ്നം വരുന്നത്. പല സന്ദർഭത്തിലും ആ ഇഷ്ടം അത് ഉള്ളിൽ ഒളിപ്പിച്ച് പല ഹറാമിലേക്കും അത് നീങ്ങുമെന്നുള്ള. പക്ഷെ അതേ സന്ദർഭത്തിൽ ഇസ്ലാമികമായിട്ട് ഒരാളോട് ഇഷ്ടം തോന്നിയാൽ ഉടനെ തന്നെ ആ വേണ്ടപ്പെട്ട ആളുകൾ വലിയനോട് നമ്മൾ അറിയിക്കുക എന്നുള്ളതാണ്. അവരാണ് അതിൽ തീരുമാനം എടുക്കേണ്ടത്. ഇപ്പോ പുരുഷനായിട്ടുള്ള ഒരാൾക്ക് ഇഷ്ടം തോന്നിയാൽ ഉടനെ തന്നെ ആ സ്ത്രീയുടെ അവരുടെ ഉപ്പയോട് പോയി കാര്യം തുറന്നു പറയാ. അതേപോലെ തന്നെ തിരിച്ചാണെങ്കിൽ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉടനെ തന്നെ ഉപ്പയോട് വന്ന് കാര്യം പറയാ. അവരാണത് തീരുമാനിക്കേണ്ടത്. അതല്ലാതെ ആ ഇഷ്ടം തെറ്റായിട്ട് ഒരുപാട് മുമ്പോട്ട് പോയി പിരിയാൻ കഴിയാത്ത വിധം ആയതിനു ശേഷം വീട്ടിലറിയിച്ച് വീട്ടുകാരതിനെതിരെ നിന്നാലും പിന്നീട് അതിനെ ഭേദിക്കാൻ വേണ്ടി അവർ ഒളിച്ചോട്ട് അതേ രൂപത്തിലുള്ള നിരവധി കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ പരിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാം വളരെ കൃത്യമായിട്ട് മനുഷ്യപ്രകൃതിക്ക് യോജിക്കുന്ന രൂപത്തിലാണ് കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതാണ് യഥാർത്ഥത്തിലുള്ള മാതൃക. വേണ്ടപ്പെട്ട ആളുകളോട് പറയുക. ഇവിടെ നമ്മൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ കാര്യത്തിലും ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു ഇഷ്ടം തോന്നി. ഉടനെ തന്നെ ആ ഇഷ്ടം തന്റെ സുഹൃത്തിന്, അവരുടെ പിതാവ് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത സുഹൃത്തായ നഫീസ എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കുക. നഫീസ ബിൻത്ത് മുനബ്ബഹ് എന്നറിയപ്പെടുന്ന അവരുടെ അടുത്ത സുഹൃത്തിനെ അവര് സൂചിപ്പിക്കാൻ റസൂലുള്ളാഹിനോട് തോന്നിയ ഇഷ്ടം ആ തന്റെ സുഹൃത്തിനോട് അവർ പങ്കുവച്ചു. ഖദീജ റളിയല്ലാഹു അൻഹയുടെ താല്പര്യം അടുത്ത മിത്രായ നഫീസ അവർക്ക് മനസ്സിലാവണം. സ്വാഭാവികമാണ്. കാരണം ഒരു പുരുഷനെ സംബന്ധിച്ച ഒരു സ്ത്രീ, ഒരു അന്യ പുരുഷനെ സംബന്ധിച്ച ഒരു സ്ത്രീ വാതോരം സംസാരിക്കുകയാണെങ്കിൽ അവരുടെ ആ താല്പര്യം സ്വാഭാവികമായിട്ട് കേൾക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും. അപ്പൊ നഫീസ അവര് ചോദിച്ചു, ഖദീജ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, നിനക്ക് മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ? ഖദീജ റളിയല്ലാഹു അൻഹ ആ താല്പര്യം തുറന്നു പറഞ്ഞു. ആ സന്ദർഭത്തിൽ നഫീസ അവര് പറഞ്ഞു, ഞാൻ ആയിക്കോളാം, എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. അങ്ങനെ അവർ ആ താല്പര്യം മനസ്സിലാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് പോവാൻ നിരവധി റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. പക്ഷേ എല്ലാ റിപ്പോർട്ടുകളിലും ഒരേ രൂപത്തിൽ പറയപ്പെടുന്ന ഒരു കാര്യം, ആ വിവാഹത്തിന് ആദ്യമായിട്ട് താല്പര്യം കാണിച്ചത് ഖദീജ റളിയല്ലാഹു അൻഹയായിരുന്നു. അതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ നഫീസ റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് പോയി വളരെ സമർത്ഥമായിട്ട് റസൂലുള്ളാഹിന്റെ മനസ്സ് അവർ ചോദിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആദ്യം അവരറിയാത്തതുപോലെ റസൂലുള്ളാഹിനോട് ചോദിച്ചു, മുഹമ്മദ് വിവാഹം കഴിക്കേണ്ട, വിവാഹത്തെക്കുറിച്ച് എന്താണ് ചിന്തിക്കാത്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കാരാണ് ഇനി പെണ്ണ് തരിക? ഞാനൊരു യത്തീമാണ്, ഞാൻ അങ്ങേയറ്റം ദരിദ്രനാണ്, എനിക്ക് ഖുറൈശികളിൽപ്പെട്ട ആരാണ് എനിക്ക് വേണ്ടി പെണ്ണ് തരിക? സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹിനെ പോലെ ഒരാളെ ആരാണ് ആഗ്രഹിക്കാത്തത്? പക്ഷേ പ്രവാചകന്റെ ആ വിനയാണ് സംസാരം എല്ലാം കാണിക്കുന്നത്. ആ സന്ദർഭത്തിൽ ആ നഫീസ് അവര് സമർത്ഥമായിട്ട് അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനൊരാളെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യട്ടെ, ഞാനൊരാളെ പറയട്ടെ. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, ആരാണത്? അപ്പൊ നഫീസ പറഞ്ഞു, എങ്ങനെ ഖദീജ ബിൻത്ത് ഖുവൈലിദ്, അവരെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ പറഞ്ഞു, അവരെന്തിനാണ് എന്നെ വിവാഹം ആലോചിക്കുന്നത്? അവർക്ക് എന്നെ വിവാഹം കഴിക്കുന്നതുകൊണ്ട് എന്താണ് നേട്ടം? ആ രൂപത്തിൽ റസൂലുള്ളാഹി മറുപടി പറഞ്ഞു. വളരെ സമർത്ഥമാണ്. കാരണം ആ മറുപടിയിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സമ്മതം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതായത് അവരെന്തിനാണ് എന്നെ വിവാഹം അന്വേഷിക്കുന്നത്? അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ആ വിവാഹത്തിന് യാതൊരു പ്രശ്നമില്ല, പക്ഷെ അവർക്ക് വല്ല പ്രശ്നമുണ്ടോ എന്നാണ് റസൂലുള്ളാഹി ഉദ്ദേശിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നഫീസക്ക് അവർ അതിസമർത്ഥയാണ്. അവർക്ക് കാര്യം പിടികിട്ടി. അവരുടനെ തന്നെ പോയി ഖദീജ റളിയല്ലാഹു അൻഹയോട് വിവരം അറിയിച്ചു. റസൂലുള്ളാഹിക്ക് താല്പര്യമുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചു. അങ്ങനെ പിന്നീട് നിരവധി ഉദ്ധരണികളാണ്. ഒരു ഉദ്ധരണിയിൽ ഖദീജ റളിയല്ലാഹു അൻഹ തന്നെ അബൂ താലിബിനെ സമീപിച്ച് വിവാഹം ഉറപ്പിച്ചു. മറ്റു റിപ്പോർട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിന്റെ അടുത്തേക്ക് പോയിട്ട് കാര്യം പറഞ്ഞു. ഇങ്ങനെ ഖദീജ റളിയല്ലാഹു അൻഹ താല്പര്യം കാണിച്ച് വിവരം പറഞ്ഞു. ഉടനെ തന്നെ അബൂ താലിബ് ഒന്നും നോക്കേണ്ടതില്ല, ഉടനെ തന്നെ ഒക്കെ പറയാൻ പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു, മക്കയിൽ ഏതൊരാളും ആഗ്രഹിക്കുന്ന സ്ത്രീയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. അതിസമ്പന്നയാണ്, നല്ല തറവാടാണ്, സൗന്ദര്യം എല്ലാം ഒത്തിണങ്ങിയ സ്ത്രീയാണ്. അബൂ താലിബ് ഉടനെ തന്നെ പറഞ്ഞു, ഒന്നും നോക്കേണ്ടതില്ല, അതിന് സമ്മതം നൽകാൻ വേണ്ടി അബൂ താലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. പിന്നീട് ആ വിവാഹത്തിലേക്ക് എത്തിയത് 2 റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. വിവാഹം എങ്ങനെയാണ് നടന്നത് എന്നുള്ളത് 2 റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. ഒന്നാമതായിട്ട്
തെറ്റായിട്ട് കാണപ്പെടുന്ന ഒരു ഉദ്ധരണി അത് ആദ്യം പറയുകയാണ്. കാരണം ഒരുപക്ഷെ ഈ ഒരു ഉദ്ധരണി പല ആളുകളും ഒരുപക്ഷെ കേട്ടിരിക്കാം. അതുകൊണ്ട് തന്നെ ആദ്യത്തിൽ ഈ രൂപത്തിലുള്ള ഒരു ഉദ്ധരണി ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി അത് സൂചിപ്പിക്കുകയാണ്. ഇമാം ബൈഹഖി അതേപോലെ തന്നെ മുസ്നദിലെല്ലാം സൂചിപ്പിക്കപ്പെട്ടതായിട്ടുള്ള ഉദ്ധരണി, തെറ്റായിട്ടുള്ള ഉദ്ധരണി. അതിൽ പ്രകാരം ഖദീജ റളിയല്ലാഹു അൻഹ പിതാവ് ഖുവൈലിദിന്റെ അടുത്തേക്ക് വന്നിട്ട് കാര്യം പറഞ്ഞു. പിതാവ് ആ വിവാഹത്തിന് സമ്മതം നൽകിയില്ല. അവസാനം അവര് സുഹൃത്തുക്കളോടൊപ്പെല്ലാം മദ്യപിച്ചിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ കൃത്യമായിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ പോയി സമ്മതം ചോദിച്ചു. അപ്പൊ ലഹരിയിലായിരിക്കുന്ന ആ സന്ദർഭത്തിൽ പിതാവ് സമ്മതം നൽകി. പക്ഷെ പിന്നീട് ബോധം വന്ന സന്ദർഭത്തിൽ അവരത് എതിർത്തു. ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ മറ്റുള്ള ആളുകൾക്കിടയിൽ വെച്ച് അവർ പരസ്യമായിട്ട് നേരത്തെ സമ്മതം നൽകിയത് കൊണ്ട് തന്നെ അവർക്ക് മറ്റു യാതൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അവര് സമ്മതിക്കാൻ നിർബന്ധിതനായി എന്നുള്ള ഇതാണ് ഒരു റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് അത് ഭൂരിപക്ഷം പണ്ഡിതന്മാർ ഹദീസ് ദഈഫാണെന്നാണ് അവര് പണ്ഡിതന്മാർ പറയുന്നത്. കാരണം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് അതേപോലെ തന്നെ ഇബ്നു സഅദ് എല്ലാം ഈ ഹദീസിനെ സമ്പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞു, ഖദീജ റളിയല്ലാഹു അൻഹയുടെ പിതാവ് ഖുവൈലിദ് അവര് നേരത്തെ തന്നെ ഫിജാർ യുദ്ധത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. ഫിജാർ യുദ്ധത്തിൽ ഓൾറെഡി പിതാവ് മരണപ്പെട്ടിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇത് ശരിയാവുക? അത് മാത്രമല്ല, ഖദീജ റളിയല്ലാഹു അൻഹ പിതാവൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് സ്വയം ആ ബിസിനസ് എല്ലാം അവര് സ്വയം നടത്താനുള്ള കാരണം. പിതാവ് അവിടെ ഉണ്ടെങ്കിൽ പിന്നീട് ഖദീജ റളിയല്ലാഹു അൻഹ ഇതിനെല്ലാം മുന്നിൽ നിന്ന് ഇതേ രൂപത്തിൽ ബിസിനസ് ഒന്നും നടത്തേണ്ട ആവശ്യമില്ല, പിതാവ് ഉണ്ടാകുമായിരുന്നു. പക്ഷേ പിതാവ് ആ സന്ദർഭത്തിലൊന്നും പിതാവിന് ചിത്രത്തിൽ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ഒരു നിലക്കും ശരിയല്ല എന്നുള്ളതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരും ആ ഹദീസിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിലുള്ള ശരിയായിട്ടുള്ള ഉദ്ധരണി എന്താന്ന് വെച്ചാൽ, ഖദീജ റളിയല്ലാഹു അൻഹ പിതാവ് മരണപ്പെട്ടതുകൊണ്ട് തന്നെ പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് പിതാവിന്റെ സഹോദരനായിരുന്ന അംറുബിൻ അസദാണ്. അംറുബിൻ അസദ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി മുന്നോട്ട് വരുന്നത്. അതാണ് ഇബ്നു ഇസ്ഹാഖ് അദ്ദേഹത്തിന്റെ സീറയിൽ ഉദ്ധരിക്കുന്നത്. അതേ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി വരുന്നത് പ്രവാചകന്റെ പിതൃവിനായിരുന്ന അബൂ ത്വാലിബും അതേപോലെ തന്നെ ഹംസ റളിയല്ലാഹു അൻഹുമാണ്. ഈ രണ്ടാളുകളാണ് റസൂലുള്ളാഹിക്ക് വേണ്ടി മുന്നോട്ട് വരുന്നത്. അവര് പരസ്പരം ചർച്ച ചെയ്ത് അവസാനം ഒരു ഡേറ്റ് എല്ലാം അവർ നിശ്ചയിച്ചു, വിവാഹം അവർ നിശ്ചയിച്ചു എന്നുള്ള. ആ വിവാഹം നടക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേരത്തെ പറഞ്ഞ ആ സിറിയയിലേക്കുള്ള കച്ചവട യാത്രയ്ക്ക് ശേഷം 2 മാസത്തിന് ശേഷമാണ് ആ വിവാഹം നടന്നതെന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ വായിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ആ വിവാഹ ദിവസം അബൂ ത്വാലിബ് അദ്ദേഹം ആ വിവാഹ ഖുതുബ നടത്തി. ആ ഖുതുബയിലുടനീളം അദ്ദേഹം ഖുറൈശികളുടെ മദ്ഹ് അതേപോലെ തന്നെ റസൂലുള്ളാഹിനെ കുറിച്ചെല്ലാം അദ്ദേഹം നിരവധി കാര്യങ്ങൾ സംസാരിച്ചു. ആ ഖുതുബയെല്ലാം ചരിത്ര ഗ്രന്ഥങ്ങൾ അതേ രൂപത്തിൽ ഉദ്ധരിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. 20 ഒട്ടകങ്ങളെ വിവാഹ മൂല്യമായിട്ട് മഹറായിട്ട് നൽകി. ഇബ്നു സഅദിന്റെ തബഖാത്തിൽ 12 ഊഖിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയതെന്ന് കാണാൻ സാധിക്കും. അന്നത്തെ ദിവസം ഖദീജ റളിയല്ലാഹു അൻഹ മക്കയിൽ വലിയ അറവ് നടത്തി. മക്കയിലുള്ള സർവ്വ ആളുകൾക്കും അവിടെയുള്ള മുഴുവൻ ആളുകൾക്കും സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണമെല്ലാം ഖദീജ റളിയല്ലാഹു അൻഹ ഒരുക്കി വലിയ തോതിൽ ആ വിവാഹം നടന്നു എന്നാണ് നമുക്ക് വായിക്കാൻ സാധിക്കുക. ഇപ്പൊ വിവാഹം കഴിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം 25 വയസ്സായിരുന്നു. അതിൽ യാതൊരു തർക്കവുമില്ല. ഒരുവിധം പണ്ഡിതന്മാർക്കല്ല ഇജ്മാ ഉള്ള കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചത് 25ാമത്തെ വയസ്സാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ പ്രായം നമ്മൾ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ളത് 40 വയസ്സ് എന്നാണ്. പക്ഷേ അത് പ്രബലമായിട്ടുള്ള അഭിപ്രായങ്ങളിൽ ഒന്ന് മാത്രമാണ് 40 വയസ്സ്. പ്രത്യേകം മനസ്സിലാക്കുക. നിരവധി ഉദ്ധരണികളിൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെ പ്രായം പറയുന്നത് 28 വയസ്സാണ്. വ്യക്തിപരമായിട്ടും ഏറ്റവും കൂടുതൽ അനുയോജ്യമെന്ന് തോന്നുന്നത് 28 വയസ്സ്. അതിന്റെ കാരണം ഞാൻ പിന്നീട് പറയും. പ്രധാനമായിട്ട് ഇബ്നു സഅദിന്റെ തബഖാത്ത് നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ അവസാനത്തെ വോള്യം 8ാമത്തെ വോള്യത്തിൽ സ്വഹാബിയാത്തിനെ സംബന്ധിച്ച് പറയുന്ന സന്ദർഭത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് പറയപ്പെടുന്ന ഭാഗത്ത് മഹാനായ പണ്ഡിതൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിലേക്ക് എത്തുന്ന ഒരു ഉദ്ധരണി ഇബ്നു സഅദ് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ആ ഉദ്ധരണിയിൽ കാനത്ത് ഖദീജ യൗമ തസവ്വജഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 28 സന 28ാമത്തെ വയസ്സിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖദീജ റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ചതെന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഉദ്ധരണി മുഹമ്മദ് ഇബ്നു ഹിഷാം അൽ കൽബിയിൽ നിന്നും അതുവഴി ഉദ്ധരിക്കപ്പെട്ടതായിട്ടുള്ള ഉദ്ധരണി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവിടെ പറയുന്ന ആദ്യമായിട്ട് അദ്ദേഹം കുറിക്കുന്നത് 28 വയസ്സ് എന്നുള്ള ഉദ്ധരണിയാണ്. അതിനുശേഷം അദ്ദേഹം തന്നെ അതേ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഖാല മുഹമ്മദ് ബിൻ ഉമർ, അതായത് അൽ വാഖിദി, ഇബ്നു സഅദിന്റെ ഗുരുനാഥനായിരുന്ന അൽ വാഖിദി, അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം 40 സന 40 വയസ്സാണ്. ഈ 2 ഉദ്ധരണികളും
പ്രധാനപ്പെട്ട ഈ 2 ഉദ്ധരണികളും അദ്ദേഹം ആ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം അതിൽ 40 വയസ്സിനാണ് അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇബ്നു സഅദ് മാത്രമല്ല, അതേപോലെ തന്നെ ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ ദലാഹിലും, അതേപോലെ തന്നെ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാ അവരെല്ലാം 28ാമത്തെ വയസ്സിലായിരുന്നു ആ വിവാഹം നടന്നത്. അങ്ങനെ 50ാമത്തെ വയസ്സിൽ ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു. അതാണ് ആ രൂപത്തിലുള്ള ഒരുപറ്റം പണ്ഡിതന്മാർ അവകാശപ്പെടുന്നത്. അതിന്റെ കാരണമായിട്ട് ചില യുക്തിക്ക് നിരക്കുന്ന കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, 40ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ദാമ്പത്യ ജീവിതത്തിൽ അവർക്ക് 6ഓളം സന്താനങ്ങൾ പിറക്കുന്നുണ്ട്. അപ്പൊ 40 വയസ്സിന് ശേഷം ഒരു സ്ത്രീക്ക് 6 സന്താനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അതേ സന്ദർഭത്തിൽ 20 തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല കരുതിയാലും നടക്കാത്തതായിട്ടൊന്നുമില്ല. പക്ഷേ ഒരർത്ഥത്തിൽ ഈ ഒരു റിപ്പോർട്ടാണ് ഒരർത്ഥത്തിൽ കൂടുതൽ ബലം തൂങ്ങുന്നതെന്ന് തോന്നുകയാണ്. അല്ലാഹു അലം. 28 വയസ്സിന് ശേഷം പിന്നീട് 6 സന്താനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത എളുപ്പമാണ്, വളരെ അതിന് യാതൊരു പ്രയാസമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രൂപത്തിലുള്ള ചില കാരണങ്ങളാൽ ഭൂരിപക്ഷം നിരവധി പണ്ഡിതന്മാർ 28 എന്നുള്ള ആ വയസ്സിനോടാണ് കൂടുതൽ ആളുകളും അതിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഏതായിരുന്നാലും ആ വിഷയത്തിലുള്ള കൃത്യമായിട്ടുള്ള കാര്യം അല്ലാഹു അലം, അത് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, റസൂലുള്ളാഹി വിവാഹം കഴിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് പ്രവാചകനേക്കാൾ പ്രായം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ 40 പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, പലപ്പോഴും വിമർശകരായിട്ടുള്ള ആളുകൾ അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ നിരവധി തെറ്റായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. ആ ആരോപണങ്ങൾക്കുള്ള മറുപടി ഈ ഒരു 28 അംഗീകരിച്ചാലും നമുക്ക് പറയാൻ സാധിക്കും. നിങ്ങൾ ചിന്തിക്കുക, 25ാമത്തെ വയസ്സിൽ മക്കയിലുള്ള ഏതൊരു സ്ത്രീയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നേക്കാൾ പ്രായമുള്ള ഒരു സ്ത്രീയെ 28 അല്ലെങ്കിൽ 40 വിവാഹം കഴിക്കുന്നു. പിന്നീട് ആ വിവാഹ കാലത്തുടനീളം 50 വയസ്സ് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സ്ത്രീയെ സംബന്ധിച്ച് ചിന്തിക്കുന്നു പോലില്ല. പക്ഷെ ആ സമൂഹത്തിൽ ഓരോ ആളുകളും ബഹുഭാര്യത്വം സർവ്വസാധാരണയായിരുന്നു. പ്രവാചകൻ ഒരിക്കൽ പോലും മറ്റൊരു സ്ത്രീയെ സംബന്ധിച്ച് ചിന്തിക്കുന്നില്ല. അതേപോലെ തന്നെ ആ സമൂഹത്തിന്റെ ധാർമ്മികമായിട്ടുള്ള രീതിയെല്ലാം, ധാർമ്മികമായിട്ടുള്ള ആ സമൂഹത്തിന്റെ അവസ്ഥയെല്ലാം നേരത്തെ നമ്മൾ പറഞ്ഞു. ആ ഒരു സമൂഹത്തിനിടയിലും പവിത്രമായിട്ടൊരു സ്ത്രീയുടെ മുഖത്തേക്ക് അന്യായമായിട്ട് നോക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു. ഒരേ ഒരു ഭാര്യയെ സ്വീകരിച്ചുകൊണ്ട് അത്രയും കാലം ജീവിച്ചു. അപ്പൊ അതെല്ലാം യഥാർത്ഥത്തിൽ വിമർശകരായിട്ടുള്ള ആളുകൾ പറയുന്ന അതെല്ലാം അവരുടെ വ്യാജവാദങ്ങൾ മാത്രമായിട്ടാണ്. റസൂലുള്ളാഹിന്റെ ജീവിതം തന്നെ അതിനെല്ലാം ഉത്തരം നൽകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ആ വിവാഹം അവിടെ വെച്ചുകൊണ്ട് അരങ്ങേറാണ്. മനോഹരമായിട്ടുള്ള ആ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ചില പാഠങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്ന ചില പാഠങ്ങൾ. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സത്യസന്ധതയും സൽസ്വഭാവവും അത് നേരിട്ടറിഞ്ഞ സന്ദർഭത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹ അവരെ സ്വീകരിക്കുകയാണ്. അപ്പൊ പ്രവാചകൻ ആ ഏറ്റവും വലിയ സൗഭാഗ്യം പ്രവാചകനെ തേടിയെത്താനുള്ള കാരണം, അതായത് മക്കയിലെ ഏറ്റവും വലിയ സമ്പന്ന സ്ത്രീ തന്നെ വിവാഹാലോചിക്കാൻ കാരണമാക്കി തീർത്തത് റസൂലുള്ളാഹിന്റെ സ്വഭാവ ഗുണങ്ങളും അതേപോലെ തന്നെ സത്യസന്ധതയുമാണ്. അത് ഏതൊരാളും ജാഹിലിയ കാലഘട്ടത്തും ഏതൊരാൾ അംഗീകരിക്കുന്ന ഏറ്റവും വലിയ മനുഷ്യന് വേണ്ട 2 ഗുണങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, ആ ഗുണങ്ങളാണ് റസൂലുള്ളാഹിക്ക് വലിയ സൗഭാഗ്യം എത്തിച്ചത്. അതേപോലെ തന്നെ തിരിച്ച് നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിലും ഖദീജ റളിയല്ലാഹു അൻഹയുടെ മഹത്വമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവര് റസൂലുള്ളാഹിന്റെ കാര്യത്തിൽ അവർ സമ്പത്ത് നോക്കിയില്ല, അതേപോലെ തന്നെ അനാഥനാണ്, അതൊന്നും അവർ നോക്കാതെ റസൂലുള്ളാഹിന്റെ സ്വഭാവം മാത്രം പരിഗണിച്ചാണ് അവര് റസൂലുള്ളാഹിനെ വിവാഹം ആലോചിക്കുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൻകാലത്ത് നമ്മോട് പറയുന്നതാണ്, നിങ്ങൾ സമ്പത്തോ അതേപോലെ തന്നെ തറവാടോ അതിനേക്കാളെല്ലാം ഉപരി നിങ്ങൾ സ്വഭാവവും ദീനും നിങ്ങൾ വിവാഹത്തിന്റെ കാര്യത്തിൽ പരിഗണിക്കുക. അത് നിങ്ങൾ പരിഗണിച്ചാൽ നിങ്ങളുടെ ജീവിതം എല്ലാ അർത്ഥത്തിലും ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. അത് തന്നെയാണ് ഖദീജ റളിയല്ലാഹു അൻഹ ആ കാര്യത്തിൽ നമുക്ക് മാതൃകയാവുകയാണ്. അവർ റസൂലുള്ളാഹിന്റെ സ്വഭാവം മാത്രമാണ് നോക്കിയത്. അവർ ആ രൂപത്തിൽ അവർ വിവാഹം കഴിച്ച ആ വിവാഹം അവർക്ക് ഏത് രൂപത്തിലാണ് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് മാറിയതെന്ന് പിൻകാലത്ത് നമ്മൾ കാണുകയാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ മറ്റൊരു പാഠം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് വിവാഹം കഴിക്കുന്നത് തന്നേക്കാൾ പ്രായമുള്ള ഒരു വിധവയാണ്. 2 കുട്ടികൾ ഓൾറെഡി അവർക്കുണ്ടായിരുന്നു. പക്ഷേ റസൂലുള്ളാഹിക്ക് അതിൽ യാതൊരു മനപ്രയാസവും തോന്നിയില്ല. കാരണം ആ ഒരു സമൂഹത്തിൽ വിധവകൾ അവരുടെ ഒരു പ്രശ്നം ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല. വളരെ നിസ്സാരമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹത്തിന് സമ്മതം നൽകുകയാണ്. പക്ഷെ ഇന്നത്തെ നമ്മുടെ ഒരു സമൂഹത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ വിധവകൾ എന്നുള്ളത് സമൂഹത്തിൽ ഏറ്റവും വലിയൊരു പ്രയാസമായിട്ട് മാറുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീ, അതല്ലെങ്കിൽ ഓൾറെഡി വിവാഹം കഴിച്ച് 1-2 ദിവസം കൂടെ താമസിച്ച സ്ത്രീകളെ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം 2ാം വിവാഹം എന്നുള്ളത് ഏറ്റവും വലിയൊരു മോശമായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ നമുക്ക് മാതൃകയാവുകയാണ്. അതിനർത്ഥം എല്ലാ ആളുകളും അതേ രൂപത്തിൽ വിവാഹം കഴിക്കണം എന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ രൂപത്തിൽ കന്യകയായിട്ടുള്ള ആയിഷ റളിയല്ലാഹു അൻഹയെ പിൻകാലത്ത് വിവാഹം കഴിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം റസൂലുള്ളാഹിന്റെ വിവാഹ ജീവിതത്തിൽ അതിലെല്ലാം നമുക്ക് മാതൃകയുണ്ട്. പക്ഷെ ആ ഒരു സമൂഹത്തിൽ ഒരിക്കലും
വിധവകൾ സമൂഹത്തിലൊരു പ്രശ്നമായിരുന്നില്ല. ഇന്ന് നമുക്ക് പ്രശ്നമാകാനുള്ള കാരണം നമ്മൾ ആ ഒരു ചര്യയെ നിന്നും അകന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു പാഠം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ അർത്ഥത്തിലും മുമ്പിൽ വരാനിരിക്കുന്ന ദൌത്യത്തിലേക്ക് താങ്ങും തണലുമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ടൊരു പ്രവാചകന് ഒരു ഭാര്യ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്. അതും റസൂലുള്ളാഹിനേക്കാൾ പക്വതയുള്ള ഒരു സ്ത്രീ, ആ പ്രായത്തിനധികം, അതായത് പ്രവാചകനേക്കാൾ പ്രായമുള്ളത് കൊണ്ട് തന്നെ. അപ്പൊ നമുക്കറിയാം, പ്രായം കുറഞ്ഞ സ്ത്രീകള് അവര് നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കും. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നീടുള്ള മുന്നോട്ടുള്ള മിഷനിൽ റസൂലുള്ളാഹിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് തന്നെ മനസ്സിലാക്കുന്ന, തനിക്ക് എല്ലാ അർത്ഥത്തിലും ശാരീരികമായിട്ടും മാനസികമായിട്ടെല്ലാം ആശ്വാസം നൽകാൻ ഉതകുന്ന ഒരു സ്ത്രീയെ, ഒരു ഇണയാണ് റസൂലുള്ളാഹിക്ക് വേണ്ടത്. അതിന് തത്തുല്യമായിട്ടൊരു ഇണയെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൻകാലത്ത് ആ പ്രബോധനം ആരംഭിച്ച സന്ദർഭത്തിൽ ആ പുറത്ത് ചൂടുള്ള അനുഭവങ്ങളുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചൂടുള്ള അനുഭവങ്ങളും പേറി വീട്ടിലേക്ക് വരുന്ന സന്ദർഭത്തിൽ പ്രവാചകന് ഒരു തണുപ്പായിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മൾ പറയാറുണ്ട്, ഏതൊരു ഉന്നതിയിലെത്തുന്ന ഏതൊരു പുരുഷന്റെ പിന്നിലും ഒരു സ്ത്രീ ഉണ്ടാകും. അതേ രൂപത്തിൽ റസൂലുള്ളാഹി ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധി നേരിടുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസമായിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു. അത് റസൂലുള്ളാഹിന്റെ ജീവിതത്തിലുടനീളം ഖദീജ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസ്മരിക്കാനുള്ള കാരണതാണ്. ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ സന്ദർഭത്തിൽ താങ്ങും തണലായിട്ട് റസൂലുള്ളാഹിനെ സംരക്ഷിച്ചത് ഖദീജ റളിയല്ലാഹു അൻഹയായിരുന്നു. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ മറ്റൊരു മനോഹരമായിട്ടുള്ള യുക്തി എന്താണെന്ന് വെച്ചാൽ, അവർ ഓൾറെഡി നിരവധി സമ്പത്ത് അവർക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ പിൻകാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഷന് ഇറങ്ങുന്ന സന്ദർഭത്തിൽ, അതായത് ദഅവത്തിന് ഇറങ്ങുന്ന സന്ദർഭത്തിൽ സാമ്പത്തികമായിട്ട് കുടുംബം പോറ്റാൻ നടക്കാതെ തന്നെ, അതായത് ദൌത്യത്തിനിടയിൽ ആ ദൌത്യത്തിലേക്ക് മാത്രമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചു എന്നുള്ളതാണ്. അത് ആ സന്ദർഭത്തിലും സാമ്പത്തികമായിട്ട് പ്രയാസം ഉണ്ടെങ്കിൽ ആ സമ്പത്ത് ഉണ്ടാക്കാനും പോകണം, അധ്വാനിക്കാൻ പോകണം, കുടുംബം പോറ്റണം, അതിനിടയിൽ ഇതെല്ലാം നിർവഹിക്കണം. പക്ഷെ അതേ സന്ദർഭത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹ ഓൾറെഡി വലിയ സമ്പത്തിന്റെ സമ്പന്ന വനിതയായതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിൻകാലഘട്ടത്ത് അത് വലിയ തോതിൽ ഗുണം ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു സന്ദർഭത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനെ ഉണർത്തുന്നുണ്ട്. സൂറത്തുൽ ദുഹയുടെ 8-ാമത്തെ വചനത്തിൽ വവജദക ഖായിലൻ ഫഅഅന, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ദരിദ്രനായിട്ടുള്ള നിനക്ക് ഞാൻ സമ്പത്ത് നൽകിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. ആ സമ്പത്ത് നൽകിയില്ല എന്നുള്ള ചോദ്യം, അത് സമ്പത്ത് നൽകിയത് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും, ഖദീജ റളിയല്ലാഹു അൻഹയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് നൽകി എന്നുള്ള. സുബ്ഹാനല്ലാഹ്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട്, അതായത് രണ്ടാമതായിട്ട് നിർവഹിക്കുന്ന ജോലി എന്നുള്ളത് കച്ചവടമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ നിർവഹിക്കുന്ന ഒരു ജോലി കൂടെയാണ് ആ കച്ചവടത്തിൽ നമ്മൾ പാലിക്കേണ്ട നിരവധി പാഠങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. അപ്പൊ ഒരാൾ കച്ചവടം ചെയ്യുന്ന സന്ദർഭത്തിൽ ആ കച്ചവടം അയാളെ നിരവധി ക്വാളിറ്റികൾ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ കഴിഞ്ഞ ഭാഗത്ത് ഞാൻ ആട്ടിടയനാകുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ആടിനെ മേയ്ക്കുന്ന സന്ദർഭത്തിൽ അതിലൂടെ അവർക്ക് ലഭിക്കുന്ന നിരവധി ക്വാളിറ്റികൾ പറയുന്നുണ്ട്. അതേ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ചെയ്തൊരു ജോലിയാണ് കച്ചവടം. ആ കച്ചവടം തീർച്ചയായിട്ടും ഒരാളെ സത്യസന്ധത പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഒരാള് അയാൾ സത്യസന്ധനല്ലെങ്കിൽ അയാൾക്ക് കസ്റ്റമറെ കിട്ടില്ല. അതേപോലെ തന്നെ വാക്ക് പാലിക്കുക, അതെല്ലാം കച്ചവടത്തിലൂടെ ഒരാൾ നേടിയെടുക്കുന്ന ഗുണങ്ങളാണ്. അതെല്ലാം റസൂലുള്ളാഹിക്ക് പിന്നീടുള്ള തന്റെ ദൌത്യത്തിൽ ആവശ്യമുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി രണ്ടാമതായിട്ട് ചെയ്ത ജോലി കച്ചവടമാണ്. ആ കച്ചവടം അതിൽ ഏറ്റവും വലിയ മാതൃകയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. സത്യസന്ധനായിട്ടുള്ള കച്ചവടക്കാരൻ എങ്ങനെ സത്യസന്ധമായിട്ട് കച്ചവടം ചെയ്യാന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു. താജിർ സ്വദൂഖ് ഹദീസിലെ ഒരു ആസർ കാണാൻ സാധിക്കും. താജിർ സ്വദൂഖ്, അതായത് സത്യസന്ധനായിട്ടുള്ള കച്ചവടക്കാരൻ, അൽ അമീൻ മഅൽ നബിയ്യീന വ സിദ്ദീഖീന വ ശുഹദാ, സത്യസന്ധമായിട്ട് കച്ചവടം നടത്തുന്ന നാളെ മരണാന്തര ജീവിതത്തിൽ അവര് പ്രവാചകന്മാരുടെ ശുഹദാക്കളോടൊപ്പം ഉയർത്തെഴുന്നേൽക്കുക. ഏറ്റവും പ്രയാസകരമായിട്ടുള്ള കാര്യമാണത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക മാത്രമല്ല, മറിച്ച് ജീവിതത്തിലൂടെ അത് കാണിച്ചു തരികയും ചെയ്തു. എങ്ങനെയാണ് സത്യസന്ധമായിട്ട് കച്ചവടം ചെയ്യുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അത് ആ ഒരു കാര്യത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃകയായിട്ട് മാറുകയാണ്. അവസാനമായിട്ട് കാണുന്ന ഈ സ്ലൈഡ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽ ആണ്, നിങ്ങൾ കുറിച്ചു വെക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖദീജ റളിയല്ലാഹു അൻഹയുമായിട്ട് ആ ദാമ്പത്യം പിന്നിട്ട സന്ദർഭത്തിൽ അവർക്ക് പിറക്കുന്ന സന്താനങ്ങളാണ് സ്ലൈഡിൽ നിങ്ങൾ കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഖദീജ റളിയല്ലാഹു അൻഹയിൽ മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്താനങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. പ്രത്യേകം നോട്ട് ചെയ്യുക, ഖദീജ റളിയല്ലാഹു അൻഹയിൽ മാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്താനങ്ങൾ പിറക്കുന്നത്. മൊത്തം 7 സന്താനങ്ങളിൽ 6 ഖദീജ റളിയല്ലാഹു അൻഹയിലാണ് ഉണ്ടാകുന്നത്. ഉണ്ടാകുന്ന ഒന്ന് അത് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം.
അപ്പൊ ഖദീജ റളിയല്ലാഹു അൻഹയിൽ ആദ്യമായിട്ടുണ്ടായ സന്താനമാണ് ഖാസിം. ഖാസിം എന്നുള്ള ഒരു കുട്ടി, ആൺകുട്ടിയാണ് ആദ്യം പിറക്കുന്നത്. റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ആദ്യം പിറന്ന കുട്ടിയാണ് ഖാസിം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബുൽ ഖാസിം എന്നുള്ള വിളിപ്പേരിൽ അറിയപ്പെടാനുള്ള കാരണം. ആ ഖാസിം വളരെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജീവിതത്തിലുണ്ടാകുന്ന മറ്റൊരു ആൺ സന്താനാണ് അബ്ദുള്ള. ആ അബ്ദുള്ളയും വളരെ ചെറിയ പ്രായത്തിൽ, രണ്ടാളുകളും ചെറുപ്പത്തിൽ തന്നെ മരണപ്പെടുകയാണ്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ച 4 പെൺകുട്ടികൾ, ആ 4 പെൺകുട്ടികളെ സ്ലൈഡിൽ കാണാൻ സാധിക്കും. സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസും, ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഈ 4 പെൺകുട്ടികളാണ് പിന്നീട് ലഭിച്ചത്. അതിൽ സൈനബ് റളിയല്ലാഹു അൻഹയെ അബുൽ ആസ് ആണ് വിവാഹം കഴിക്കുന്നത്. ആ സൈനബ് അബുൽ ആസ് ദമ്പതികൾക്കിടയിലുള്ള മനോഹരമായിട്ടുള്ള ചരിത്രം ഇൻഷാ അല്ലാഹ് അത് മദീനൻ കാലഘട്ടത്തിൽ നമ്മൾ വിശദീകരിക്കുന്നതാണ്. മനോഹരമായിട്ടുള്ള ചരിത്രമാണ്. അതേപോലെ തന്നെ പിന്നീട് റുഖയ്യ, അതേപോലെ തന്നെ ഉമ്മു കുൽസും, ഈ 2 ആളുകളെയും വിവാഹം കഴിക്കുന്ന നമുക്കറിയാം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ദുന്നൂറൈൻ എന്നുള്ള അപരനാമം വരാനുള്ള കാരണം. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പെൺസന്താനായിട്ടുള്ള ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. അവസാനമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിറന്ന സന്താനാണ് അബ്ദുള്ള. നുബുവത്തിന് ശേഷമാണ് അബ്ദുള്ള പിറക്കുന്നത്. അതേ സന്ദർഭത്തിൽ ആദ്യം പിറന്ന ഖാസിം നുബുവത്തിന് മുമ്പായിരുന്നു. നുബുവത്തിന് ശേഷം ജനിച്ച അബ്ദുള്ള, അവരും ആ ഒരു സന്താനവും വളരെ ചെറിയ പ്രായത്തിൽ മരണപ്പെടുകയാണ്. ആ അബ്ദുള്ളയുടെ വിളിപ്പേരാണ് ത്വാഹിർ, ത്വയ്യിബ് എന്നുള്ള ആ ഒരു പേരിലെല്ലാം ആ അബ്ദുള്ള അറിയപ്പെടുന്നുണ്ട്. ആ അബ്ദുള്ള മരണപ്പെട്ട സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞതും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, നമുക്കറിയാം സ്വഹീഹായിട്ടുള്ള ഹദീസിൽ കാണാൻ സാധിക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, ഓ അൻത യാ റസൂലുള്ളാഹ്, പ്രവാചകരെ താങ്കളും കരയാണോ? ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മറുപടിയെല്ലാം ഹദീസിൽ കാണാൻ സാധിക്കും. അത് ചിന്തിച്ചു നോക്ക് നിങ്ങൾ. 6 മക്കൾ, അതായത് 6 പിന്നീട് ജനിക്കുന്ന ഒരേ ഒരു സന്താനം ഇബ്രാഹിം എന്നറിയപ്പെടുന്ന പുത്രനാണ്. അത് ഭാര്യയിലല്ല, മറിച്ച് അത് അമ അല്ലെങ്കിൽ ഉമ്മുൽ വലത്. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് ഞാൻ പറയും. മാരിയ കിപ്ചി എന്നറിയപ്പെടുന്ന ആ സ്ത്രീയിൽ ജനിക്കുന്ന ഇബ്രാഹിം എന്നറിയപ്പെടുന്ന മറ്റൊരു ആൺ സന്താനമുണ്ട്. അതും ചെറുപ്പത്തിൽ തന്നെ മരണപ്പെടുകയാണ്. അപ്പൊ 7 മക്കളിൽ പിറന്ന ആൺകുട്ടികളെല്ലാം തന്നെ നന്നേ ചെറുപ്പത്തിൽ മരണപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. അതിലുള്ള ചില യുക്തികൾ അല്ലാഹു ആലം പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു പരമ്പര അത് പെൺകുട്ടികളിലൂടെയാണ്, പെൺകുട്ടികൾക്കുണ്ടായ സന്താനങ്ങളിലൂടെയാണ് അത് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ആൺകുട്ടികളെല്ലാം ജീവിതകാലത്ത് തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെടുകയാണ്. ആ പെൺകുട്ടികളിലൂടെയുള്ള സന്താന പരമ്പര തന്നെ പിന്നീട് ഉമ്മത്തിന് വലിയൊരു പരീക്ഷണമായിട്ട് മാറുകയാണ്. നമുക്കറിയാം മറ്റൊരു മറുപക്ഷ ഷിയാപക്ഷം അതിനെ ഏത് രൂപത്തിലാണ് അവർ ഉപയോഗിച്ചതെന്നുള്ളത്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, റസൂലുള്ളാഹിക്ക് നേരിട്ടൊരു ആൺ സന്താനം ഉണ്ടായിരുന്നെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം അത് ഉമ്മത്തിന് ഏറ്റവും വലിയൊരു പരീക്ഷണമായിട്ട് മാറുമായിരുന്നു. അതുകൊണ്ടായിരിക്കണം അല്ലാഹു അലം, അല്ലാഹു സുബ്ഹാനഹു വ തആല, അതിലുള്ള യുക്തി നമുക്കറിയില്ല, അല്ലാഹു അലം. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മൊത്തം ഉണ്ടായിരുന്ന 7 മക്കളിൽ അതിൽ 2 ആൺകുട്ടികൾ നന്നേ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെടാൻ, പിന്നീടുള്ള 4 പെൺകുട്ടികളിൽ ആ 4 പെൺകുട്ടികളെല്ലാം ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അതിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒഴികെ ബാക്കിയുള്ള എല്ലാ ആളുകളും റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് തന്നെ മരണപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. അതായത് 7 മക്കളിൽ 6ഉം റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് മരണപ്പെടുകയാണ്. അവസാനം ബാക്കിയാകുന്ന ഒരേ ഒരു മകള് ഫാത്തിമ റളിയല്ലാഹു അൻഹ മാത്രമാണ്. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉടനെ തന്നെ മരണപ്പെടുമെന്നുള്ള വാർത്ത ലഭിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി ലോകത്തോട് വിട പറഞ്ഞത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം 6 മാസം കൊണ്ട് തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹയും ഈ ലോകത്ത് നിന്ന് വിട പറയാണ്. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കുക, ഒരു മകനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ ഏറ്റവും വലിയ പരീക്ഷണം എന്നുള്ളത് മാതാപിതാക്കളെ നഷ്ടപ്പെടാൻ. അതായത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഏറ്റവും വലിയ പരീക്ഷണം എന്നുള്ളത് മാതാപിതാക്കളെ ജീവിച്ചിരിക്കുന്ന കാലത്ത്, അതായത് ചെറിയ പ്രായത്തിൽ തന്നെ ഉപ്പയും ഉമ്മയും നഷ്ടപ്പെടുക എന്നുള്ള ജീവിതത്തിൽ ഏറ്റവും വലിയ പരീക്ഷണം. ആ പരീക്ഷണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നു. 7 വയസ്സ് പ്രായമാകുന്ന സന്ദർഭത്തിൽ തന്നെ മാതാവും പിതാവും റസൂലുള്ളാഹിക്ക് നഷ്ടപ്പെട്ടു. അതേ സന്ദർഭത്തിൽ ഒരു പിതാവ് എന്നുള്ള നിലയ്ക്ക് പിതാവിന് ജീവിതത്തിൽ ഏറ്റവും വലിയ പരീക്ഷണം എന്നുള്ളത് ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ മക്കളെ സംബന്ധിച്ച മക്കളുടെ മയ്യത്ത് താങ്ങുക എന്നുള്ളതാണ്. പറയാറുണ്ട്, ഒരു പിതാവ് തോളിൽ വെക്കുന്ന ഏറ്റവും വലിയ ഭാരം എന്നുള്ളത് അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ മക്കൾ മരണപ്പെടുക എന്നുള്ളത് വല്ലാത്ത പരീക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങളെ തൊട്ട് നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. ഇപ്പൊ റസൂലുള്ളാഹിന്റെ കാര്യത്തിൽ റസൂലുള്ളാഹി ചെറുപ്പത്തിലെ പ്രവാചകന് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു. ഒരു പിതാവാകുന്ന സന്ദർഭത്തിൽ ഒരു മകനെയല്ല, മറിച്ച് ജീവിച്ചിരിക്കുന്ന കാലത്ത് 6 മക്കളെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കൈകൊണ്ട് ഖബറടക്കേണ്ടി വന്നത്. അതിന്റെ ഒരു പ്രയാസം എത്രയാണ് നമ്മൾ ചിന്തിച്ചു നോക്കുക. ആ പ്രയാസമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച്, എന്നിട്ടും പ്രവാചകൻ ക്ഷമയോടുകൂടെ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നമുക്ക് മാതൃകയായി എന്നുള്ള. സുബ്ഹാനല്ലാഹ്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാര്യത്തിൽ ക്ഷമയിൽ നമുക്ക് മാതൃകയാണ്. അത്രയേറെ സഹിച്ചതുകൊണ്ടാണ് നമുക്കറിയാം റസൂലുള്ളാഹിന്റെ സ്ഥാനം അത്രയേറെ ഉയരുന്നത്. ഏറ്റവും വലിയ സ്ഥാനം അള്ളാന്റെ കണ്ണിൽ ലഭിക്കാനുള്ള കാരണം ഇത്രയും വലിയ പരീക്ഷണങ്ങളെല്ലാം റസൂലുള്ളാഹി ജീവിതത്തിൽ അഭിമുഖീകരിച്ചു കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ അശദ്ദുൽ ബല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും കൂടുതൽ കഠിന പരീക്ഷണങ്ങളെല്ലാം നേരിടേണ്ടി വന്നിരുന്നത് പ്രവാചകന്മാർക്കാണ്. അതുകൊണ്ടാണ് പ്രവാചകന്മാരുടെ റാങ്ക് ഇത്രയേറെ അള്ളാന്റെ കണ്ണിൽ ഉയരാനുള്ള കാരണം. ജീവിതത്തിൽ അത്രയും വലിയ പ്രതിസന്ധികൾ അവർ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരും. റസൂലുള്ളാഹിന്റെ കാര്യത്തിൽ അതിന്റെ എല്ലാം പീക്കാണ് നമ്മൾ കാണുന്നത്. അതിന്റെ എല്ലാം പീക്കാണ്. റസൂലുള്ളാഹി ജീവിതത്തിലുടനീളം അത്രയും വലിയ പരീക്ഷണങ്ങൾ വാങ്ങിയിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമയോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ജീവിച്ച് നമുക്ക് മാതൃകയാവുകയാണ് സുബ്ഹാനല്ലാഹ് അക്കാര്യത്തിൽ. ഈ ഒരു വിഷയം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി ഖദീജ റളിയല്ലാഹു അൻഹയോടൊപ്പം ദാമ്പത്യ ജീവിതം മുന്നിടുന്ന അല്ലെങ്കിൽ ആ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നിരവധി സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഖദീജ റളിയല്ലാഹു അൻഹയോടൊപ്പം ആ ജീവിതം തുടങ്ങിയ സന്ദർഭത്തിൽ വീട്ടിലുണ്ടായിരുന്ന ആളുകൾ, അതോടൊപ്പം ആ ഒരു നുബുവത്തിന് മുമ്പുണ്ടായിരുന്ന കഅബാലയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില സംഭവങ്ങളെല്ലാം ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത് ഇൻഷാ അല്ലാഹ് തുടർന്ന് വിശദീകരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തറിയാനും ആ ജീവിതത്തെ ഉൾക്കൊണ്ട് ആ ജീവിതത്തിൽ നിന്നും മാതൃക ഉൾക്കൊണ്ട് അതേ രൂപത്തിൽ ജീവിച്ച് റസൂലുള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അതേപോലെ തന്നെ അനുചരന്മാരോടൊപ്പം നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. السلام عليكم ورحمة الله.